ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ഒരു മുഖ്യമന്ത്രി. സത്യത്തിൽ ഞാൻ കേട്ടത് ഒരു സംഘപരിവാറിന്റെ സ്പോക്സ് പേഴ്സൺ സംസാരിക്കുന്ന പോലെയാണ് അന്ന് സാക്ഷാൽ പിണറായി വിജയൻ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം എന്ന് മനസ്സിലാക്കി. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് മാറാട് പോലെയുള്ള കലാപം. CP കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ മതങ്ങൾ തമ്മിൽ മൈത്രി വേണം എന്നുള്ള തീരുമാനത്തിൽ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്. അവരോടൊപ്പം എടുത്തു പറയാൻ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എന്നും ഉണ്ടായിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു ആ സന്ദർഭത്തിൽ. ആ കലാപം, നിർഭാഗ്യകരമായ കലാപത്തിലെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്നകത്താക്കാനും അത്തരമൊരു കലാപം പിന്നീട് ആവർത്തിക്കാതിരിക്കാനും വർഗീയത ആളിക്കത്തിക്കുകയല്ല, അതിനെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പ്രത്യയശാസ്ത്രത്തോടെ മുന്നോട്ട് പോകാനും ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചിട്ടാണ് നിങ്ങൾ അന്ന് രാഷ്ട്രീയത്തിന്റെ കച്ചവടവുമായിട്ട് ഇവിടെ വന്നു. പിണറായി പറയുന്നു കേട്ടു, കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കിയിട്ടാണ് ആന്റണി വന്നത്. പിണറായി സർവരും കൂടെ മാതൃഭൂമി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിണറായി അവിടെ ഒറ്റക്ക് പോയി, അവിടെ പോയപ്പോൾ തന്നെ നേരിടേണ്ടി വന്ന, അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വലിയ പ്രതിഷേധത്തെക്കുറിച്ച് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രി നടത്തേണ്ട പ്രസ്താവനയായിരുന്നു അത്? അദ്ദേഹം പറയാ UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ ബാലന്റെ പ്രസ്താവന, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. മിസ്റ്റർ പിണറായി എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ അധികാരത്തിലേക്ക് വരും. ആ യാത്രയിലാണ്. ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ UDF ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ജനങ്ങളാലും ജനങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ജനങ്ങളുടേതായിട്ടുള്ള ഒരു സർക്കാരും ആയിരിക്കും. ആഭ്യന്തരം ഭരിക്കുന്നതും അതുപോലെ തന്നെ പൊതുമരാമത്ത് ഭരിക്കുന്നതും അതുപോലെ എല്ലാ വകുപ്പും ഭരിക്കുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ അന്ന് ഒരു കാര്യം കൂടെ തമാശക്ക് പറയാം. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നാണ് ബാലൻ പറഞ്ഞത്. എന്തൊരു ബാലിശമായ പ്രസ്താവന. ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ മുന്നണിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ രഹസ്യമാക്കി വെക്കാറില്ല. ഞങ്ങളുടെ മുന്നണിയിൽ ആരൊക്കെ കൂടുന്നുണ്ടെന്ന് ഞങ്ങൾ രഹസ്യമാക്കി വെക്കാറില്ല. ഞങ്ങളുടെ മുന്നണിയിൽ ഇന്നിന്ന കക്ഷികളുണ്ടെന്ന് ആണത്തത്തോടെ പറഞ്ഞ് മത്സരിക്കുന്നവരാണ് ഐക്യ ജനാധിപത്യ മുന്നണി. 96-ലും 2006-ലും 2009-ലും ജമാഅത്തെ ഇസ്ലാമി തങ്ങൾക്ക് വോട്ട് തന്ന് സഹായിച്ചതിന് പരസ്യമായി നന്ദി പ്രകടനം നടത്തിയിട്ടുള്ള ദേശാഭിമാനിയും CPM-ഉം കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇപ്പൊ വർഗീയത പടർത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ വിഷലിപ്തമായ പ്രചരണം അതാരെ സഹായിക്കും? നിങ്ങൾ സത്യത്തില് ബ്ലണ്ടറിൽ നിന്നും ബ്ലണ്ടറിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തോറ്റു കഴിഞ്ഞാൽ അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു മുഖ്യമന്ത്രി ആ പ്രസ്താവന നടത്തിയത്? എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ഒരു മുഖ്യമന്ത്രി. സത്യത്തിൽ ഞാൻ കേട്ടത് ഒരു സംഘപരിവാറിന്റെ സ്പോക്സ് പേഴ്സൺ സംസാരിക്കുന്ന പോലെയാണ് അന്ന് സാക്ഷാൽ പിണറായി വിജയൻ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം എന്ന് മനസ്സിലാക്കി. ഇതാണ് ഞാൻ പറഞ്ഞത്, ആശയപരമായിട്ടുള്ള തകർച്ചയിലേക്ക് ആ പാർട്ടി ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇവിടെ കാണുന്നത്.